എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കാണ്. അവൻ പറയും, ഇനി എത്ര നേരം കാത്തിരിക്കണം, നമുക്കിപ്പോൾ തന്നെ ആ ഒരു ബെല്ലെടുക്കാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവന്റെ കയ്യിലുള്ള ബ്ലേഡുകളെല്ലാം തന്നെ ഇപ്പൊ വലിച്ചെറിയാൻ തുടങ്ങും. അത് കണ്ട കാക്കാഷി ഇപ്പൊ അവന്റെ കയ്യിലുള്ള ബ്ലേഡുകളും കൂടെ കുട്ടപ്പന് നേർക്ക് വലിച്ചെറിയുമ്പോ കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പൻ തന്നെ രക്ഷിക്കും. മാത്രമല്ല, ഒരു വലിയ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് അതൊരു ബ്ലേഡാക്കി മാറ്റി ഇപ്പൊ കാക്കാഷിക്ക് നേരെ എറിയാനായിട്ട് കുട്ടപ്പൻ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ കാക്കാഷി നമ്മുടെ കുട്ടപ്പൻ്റെ ഒക്കെ മാസ്റ്ററാണ്. അവൻ അങ്ങനെ തന്നെ കറങ്ങി വന്ന് കുട്ടപ്പനെ ചെവി പിടിച്ച് ഇപ്പൊ തൂക്കിയെടുക്കും. കുട്ടപ്പന്റെ ചെറുപ്പത്തിലും കാക്കാഷി ഇങ്ങനെ തന്നെയാണ് കുട്ടപ്പനെ തൂക്കിയെടുക്കാറ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ കാക്കാഷിയുടെ തൊട്ടു പുറകിലായിട്ട് കുട്ടപ്പന്റെ മറ്റൊരു ക്ലൗൺ ആവട്ടെ ഇപ്പൊ കത്തിയെടുത്ത് കാക്കാഷി അങ്ങനെ ലോക്ക് ചെയ്യും. അതിന് കാക്കാഷി അവൻ ചിരിച്ചിട്ട് പറയും, ഞാൻ ഇതുവരെ മാച്ച് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോഴേക്ക് നീ എന്നെ ലോക്ക് ചെയ്തോന്ന് ചോദിച്ച് അവനാവട്ടെ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവാൻ തുടങ്ങും. കുട്ടപ്പനും ബാക്കിയുള്ളവരും അത് കണ്ട് വണ്ടറടിച്ച് ഇപ്പൊ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ സാൻഡ് വില്ലേജില് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സെക്യൂരിറ്റീസിനെ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. യൂറോ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോ അവിടേക്ക് വന്ന ആ 2 പേര് ഇപ്പൊ യൂറോയോട് സംസാരിക്കാൻ തുടങ്ങും. ഒരുപാട് താങ്ക്സ് യൂറോ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ എന്ന് അതിലൊരുത്തൻ ഇപ്പൊ യൂറോയോട് ചോദിക്കും. എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി ലോർഡ് സാസുരി എന്ന് പറഞ്ഞ് അവനാവട്ടെ അവർക്ക് മുൻപിൽ തലകുനിക്കും. ആക്ച്വലി ഈ ഒരു ക്യാപ്റ്റൻ യൂറോയും അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരുത്തനാണ്. യൂറോ അവരെ 2 പേരെയും ഇപ്പൊ ഗ്രാമത്തിനുള്ളിലേക്ക് പതിയെ അകത്തേക്ക് കൊണ്ടുപോകും. ഇവർ 2 പേരും ഇപ്പൊ സാൻഡിന്റെ അകത്തു നിന്നാണ് പുറത്തേക്ക് വന്നത്. ഇവർക്ക് ആവശ്യം മറ്റാരെയുമല്ല, സാക്ഷാൽ സാൻഡിന്റെ രാജാവായിട്ടുള്ള നമ്മുടെ ഗാറയാണ്. അപ്പൊ കയ്യിൽ സഞ്ചിയുള്ള ആ ഒരു വില്ലനാവട്ടെ അവന്റെ കൈ നിവർത്തും. അപ്പൊ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ളിലൂടെ ഒരു കുരുവി അത് പറന്ന് പുറത്തേക്ക് ഇറങ്ങും. വില്ലൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പക്ഷിക്കുഞ്ഞിനെ ഇപ്പൊ വലിയ വലുപ്പമുള്ള വലിയൊരു ഭീമൻ പക്ഷിയാക്കി മാറ്റും. ഇനി ഞാൻ എൻ്റെ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനാവട്ടെ ആ ഒരു പക്ഷിയുടെ ദേഹത്ത് കയറിയിരുന്ന് അവിടുന്ന് പറക്കാൻ ആരംഭിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാവട്ടെ അവർക്ക് എന്തൊക്കെയോ ഒരു സിഗ്നൽ കൊടുത്ത് അവിടുന്ന് പറന്ന് ദൂരേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗ ആൻറ്റിയും ജെറിയ മാമനും അസിസ്റ്റന്റ് ചേച്ചിയും എല്ലാവരും ഇപ്പൊ കുട്ടപ്പനെയും സാക്കുറയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൊക്കാഗ ആൻറ്റി സാക്കുറയോട് ചോദിക്കും, നിന്റെ മൂവ്മെന്റ് അതെങ്ങനെയാണ്? അവള് തലങ്ങും വിലങ്ങും നോക്കും, അവിടെയില്ല ഇവിടെയില്ല. പക്ഷെ എനിക്കറിയാം അവനെ എവിടെയാ ഉള്ളതെന്നും പറഞ്ഞ് അവളുടെ കൈ ചുരുട്ടി ഇപ്പൊ താഴെ ഒരൊറ്റ ഇടി ഇടിക്കും. ആ ഒരു ഇടിയില് ആ ഒരു തറ ഇളകി ഭൂമിക്കടിയിൽ ഒളിച്ചിരുന്ന കാക്കാഷി പുറത്തു വരും. ഒരു സെക്കൻഡ് എല്ലാവരും ആ കാഴ്ച കണ്ട് ഷോക്കായി പോവും. കുട്ടപ്പൻ ഫ്രീസ് ആയി പോയിട്ട് സാക്കുറ അട്ടിപ്പൊളി എന്ന് വിളിച്ചു പറയും. അത് കണ്ട് ജിറയ പറയും, അവൾ മെഡിക്കൽ നിഞ്ച മാത്രമല്ല, വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹൊക്കാഗെ പോലെ തന്നെ ഒരുപാട് കഴിവുള്ളവളാണ് സാക്കുറ. മാത്രമല്ല അവളെ കാണാനും സൂപ്പറാണെന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടപ്പൻ ചിന്തിക്കും, ഇനി ഒരു കാരണവശാലും സാക്കുറയായിട്ട് ഫൈറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇവിടെ കാക്കാഷിയും സാക്കുറയുടെ ഫൈറ്റ് കണ്ട് വണ്ടടിച്ച് നിൽക്കുകയാണ്. ഇവൾ ഇത്ര സിമ്പിളായിട്ട് എങ്ങനെ ഗെഞ്ചിപ്സ് ഉപയോഗിച്ചു? തീർച്ചയായിട്ടും ഇവള് വളർന്നു വരുമ്പോൾ ഒരു കുണോയിച്ചയായി തീരും. ഇനി എൻ്റെ ഓരോ മൊമെന്റ്സും അത് വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം എന്ന് പറഞ്ഞ് ഇപ്പൊ കാക്കാഷി ആവട്ടെ റെഡിയായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ആ ഒരു വില്ലൻ ആ ഒരു പക്ഷിയുടെ ചുമലിലേറി ഇപ്പൊ ഗ്രാമം മുഴുവൻ വട്ടവിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഗ്രാമത്തിലുള്ള ഒരുപാട് സെക്യൂരിറ്റീസിനെ ഇപ്പൊ പോയിന്റ് ഇട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു തുണി അത് പതിയെ പുറത്തെടുക്കും. അതിന്റെ ഉള്ളിലെ ഉറുമ്പുകളെ നോക്കി തീർച്ചയായിട്ടും ഇത് വെച്ച് ഞാൻ ഈ ഗ്രാമം തന്നെ നശിപ്പിച്ചു കളയുമെന്ന് അവൻ പറയും. ഇവിടെ മാങ്ഷനില് ഗാറയ്ക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പിടികിട്ടും. പക്ഷെ യാതൊരു കുലുക്കവും ഇല്ലാതെ അവൻ അങ്ങനെ തന്നെ ഇരിക്കും. കട്ട് ചെയ്ത ഇവിടെ കാക്കാഷി ഇപ്പൊ കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ അവന്റെ ശരീരം കണ്ണുപയോഗിച്ചുകൊണ്ട് ആദ്യം കുട്ടപ്പനെയും അതിനോട് ചേർന്ന് തന്നെ ഇപ്പൊ സാക്കുറയും കണ്ടുപിടിക്കും. കാക്കാഷി ചെറുപ്പത്തില് അവർക്ക് പറഞ്ഞു കൊടുത്ത വലിയൊരു ലെസൺ ആയിരുന്നു, ഷിനോബീസ് അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവര് കാണാതെ മറഞ്ഞു നിന്ന് വേണം ആദ്യം ഫൈറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മുടെ കുട്ടപ്പൻ അവൻ ഒരിക്കൽ പോലും മറഞ്ഞു നിൽക്കാൻ റെഡി അല്ലായിരുന്നു. കാക്കാഷി അത് ചിന്തിച്ചു നിൽക്കുന്ന അതേ സമയത്ത് കുട്ടപ്പനാവട്ടെ ഒരുപാട് കത്തിയെടുത്ത് ഇപ്പൊ കാക്കാഷിക്ക് നേരെ വലിച്ചങ്ങോട്ട് എറിയും. കാക്കാഷിയും വിട്ടുകൊടുക്കില്ല. അവനിപ്പോ കുട്ടപ്പനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റിൽ ഏർപ്പെടുമ്പോ അവിടേക്ക് സാക്കുറ വരും. ആ സമയത്ത്
ഇപ്പൊ കാക്കാഷി പറയും ഇങ്ങനൊരു അവസരത്തില് ആദ്യം ഉപയോഗിക്കേണ്ടത് ടൈജിപ്സു ആണ്. കാക്കാഷി ടൈജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടപ്പനെ അങ്ങനെ തന്നെ ഇപ്പൊ അട്ടിച്ച് തെറിപ്പിക്കും. അത് കണ്ട സാക്കുറ ഇപ്പൊ ഗ്യാപ്പിലേക്ക് ചാടി വീണ് കാക്കാഷിയായിട്ട് ഇപ്പൊ ബ്രഹ്മാണ്ഡ ഫൈറ്റ്. കാക്കാഷി അവളുടെ ഓരോ പഞ്ചും ഇപ്പൊ ഹായ് ആയിട്ട് തട്ടി വിട്ടുകൊണ്ടേയിരിക്കും. കാക്കാഷി ഓരോ പഞ്ചും അവളുടെ മിസ്സാക്കിക്കൊണ്ടേയിരിക്കും. അവളുടെ കൈ അങ്ങനെ പോയി ഒരു മരത്തിലിടിക്കുമ്പോ ആ ഒരു മരം അതങ്ങനെ തന്നെ ഇപ്പൊ കടപൊഴുകി താഴെ വീഴും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് സാക്കുറയ്ക്ക് ഹെൽപ്പായി ഇപ്പൊ കാക്കാഷിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തൊട്ടടുത്തെത്തും. കാക്കാഷി ഡാൻസിങ് ലീവ്സ് നിഞ്ച എടുത്ത് ഇപ്പൊ അതുപയോഗിച്ച് മൈഗയുടെ സ്റ്റൈലില് ഇപ്പൊ പറന്നു വന്ന് അടിക്കാൻ തുടങ്ങും. കാക്കാഷി പ്രൈമറി ലോട്ടസ് എന്ന് പറഞ്ഞ് അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ കുട്ടപ്പനെ അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷേ എന്താ, അത് കുട്ടപ്പന്റെ വെറും ക്ലൗൺസ് മാത്രമാണ്. ഇവിടെ സാക്കുറ ഞെട്ടിയിട്ട് തീർച്ചയായിട്ടും കാക്കാഷി ഒരു കാഫി നിഞ്ചയാണ്. ഉടനെ കാക്കാഷി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. യഥാർത്ഥ നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ എവിടെയാണ്? അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ കാക്കാഷിയുടെ ചന്തിക്ക് തന്നെ ഒരു കുത്തുകുത്താനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ ജസ്റ്റ് മിസ്സില് ഇപ്പൊ കാക്കാഷി ആവട്ടെ അവിടുന്ന് എസ്കേപ്പ് ആവും. കാക്കാഷിക്ക് മനസ്സിലാവും പിള്ളേര് വളർന്നുപോയി, അതുകൊണ്ട് വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസില്. അതിനിടയില് കാക്കാഷി വീണ്ടും ആ ഒരു ബുക്ക് കാണും. എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞ് കാക്കാഷി ആവട്ടെ വീണ്ടും ആ ഒരു ബുക്ക് എടുത്ത് ഇപ്പൊ വായിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അങ്ങനെ തന്നെ കാക്കാഷിയെ വളഞ്ഞു നിൽക്കും. ആ സമയം കൊണ്ട് സാക്കുറ അവള് വീണ്ടും കൈ ചുരുട്ടി ഇപ്പൊ നിലത്ത് ഇടിക്കാനായിട്ട് തുടങ്ങും. അവിടെ മുഴുവൻ തകർന്ന് ഇപ്പൊ കാക്കാഷി അവിടെ കിടന്ന് പൊളയാൻ തുടങ്ങും. പക്ഷെ കാക്കാഷി വിട്ടുകൊടുക്കില്ല. അവൻ കുട്ടപ്പന്റെ ഓരോ ക്ലൗൺസിനെയും ഇപ്പൊ അടിച്ചു തെറിപ്പിക്കും. മാമനാവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെയും സാക്കുറയുടെയും ഫൈറ്റ് കണ്ട് വണ്ടറടിച്ച് അവരുടെ പേര് വിളിച്ച് ഇപ്പൊ ചേറിയാണ്. അതുപോലെ തന്നെ ഹൊക്കാഗയ്ക്കും ഇപ്പൊ ഒരുപാട് സന്തോഷമായിട്ട് അവരുടെ ഫൈറ്റ് അത് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ആ ഒരു വില്ലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന 3 ഉറുമ്പുകളെ താഴെ നിന്ന 3 ഗാർഡ്സിന്റെ മേലേക്ക് അങ്ങനെ ഇട്ടും. ആ 3 ഉറുമ്പുകളും അവരുടെ ദേഹത്ത് കയറി പറ്റുമ്പോ ആ ഒരു വില്ലൻ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ 3 സെക്യൂരിറ്റീസിനെയും അവിടെ തന്നെ പൊട്ടിത്തെറിപ്പിച്ചു കളയും. ഇവിടെ നറൂട്ടോയും സാക്കുറയും കാട്ടിലൂടെ ആ ഒരു ബെല്ലിന്റെ സൗണ്ട് കേട്ട് ഇപ്പൊ മുൻപോട്ട് നടക്കുകയാണ്. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലായിട്ട് അവര് കാണും ഇപ്പൊ സാക്ഷാൽ സാസുക ഒരുപാട് കത്തിയുടെ കുത്തേറ്റ് അങ്ങനെ അവരുടെ മുൻപില് ഇപ്പൊ വീണ് കിടക്കുന്നത്. പക്ഷെ സാക്കുറയ്ക്ക് മനസ്സിലാവും ഇതൊരു ഗെൻജിപ്സു ആണ്. ഒരിക്കലും നമ്മൾ ഇതിൽ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് അവള് കൈ ചുരുട്ടി പിടിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് കയ്യില് റെസൻ ഗൺ പവർ ഉപയോഗിച്ച് ആ ഒരു ഫേക്ക് സാസുകയുടെ നേർക്ക് ഇപ്പൊ ചാടി അടുക്കും. കുട്ടപ്പൻ അതുപയോഗിച്ച് ഇപ്പൊ കാക്കാഷി അടിക്കുന്ന അതേ സമയത്ത് സാക്കുറ ആവട്ടെ അവന്റെ ഗെൻജിപ്സുവിൽ പെട്ട് ഇപ്പൊ സാസുകയെ നോക്കി ഒരുപാട് വിഷമിക്കാൻ തുടങ്ങും. പക്ഷെ എങ്ങനെയൊക്കെയോ അവള് നറൂട്ടോയുടെ സഹായത്താല് ഇപ്പൊ തിരിച്ച് ആക്ച്വൽ സിറ്റുവേഷനിലേക്ക് വരും. അതിനുശേഷം അവള് കാക്കാഷിയോട് പറയും, ഇനിയും നിനക്കെന്നെ പണ്ടത്തെ പോലെ മണ്ടിയാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ബെല്ല് അത് കൈക്കലാക്കുന്നു പറയുമ്പോ കുട്ടപ്പൻ കാണും ദൂരെയായിട്ട് ആ 2 ബെല്ലുകളും ഇപ്പൊ വീണ് കിടക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും നറൂട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു കയറിൽ കുടുങ്ങി അവിടെ തൂങ്ങിക്കിടന്ന് ഇപ്പൊ നിലവിളിക്കാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷി ചിരിക്കും. പക്ഷെ അപ്പോഴേക്കും കുട്ടപ്പനാവട്ടെ ആ ഒരു ഗെൻജിപ്സ് തകർത്ത് ഇപ്പൊ വീണ്ടും കാക്കാഷിയുടെ തൊട്ടടുത്തെത്തും. കുട്ടപ്പൻ കൈ ചുരുട്ടി അങ്ങനെ തന്നെ കാക്കാഷിയുടെ മോന്തയ്ക്ക് ഒരൊറ്റ ഇടി. പക്ഷെ കുട്ടപ്പൻ ഇടിച്ചത് അത് കാക്കാഷിയല്ല, ഒരു മരക്കട്ടയാണ്. കാക്കാഷി സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു വില്ലനാവട്ടെ അവന്റെ പക്ഷിയുടെ മേലെ ഓരോരുത്തരായിട്ട് ഇപ്പൊ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവൻ ചെന്നുപെടുക മറ്റാരുടെ മുൻപിലല്ല, സാക്ഷാൽ ഗാരയുടെ മുൻപിലാണ്. അങ്ങനെ അവർ 2 പേരും ഇപ്പൊ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.